ശ്രീമതി നുസ്രത് ജഹാൻ, ഒരല്പം താമസിച്ചു പോയി താങ്കളിലേക്ക് എത്താൻ. കാരണം എല്ലാവരും വളരെ വൈകാരികമായാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ സിനിമ, കല, ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതെല്ലാം മാറ്റിവെക്കാം. പകരം നിലവിലെ ഭരണ സംവിധാനത്തെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു കലാപമാണ് ഇപ്പോഴത്തെ ഭരണം ദാനം ചെയ്തത് എന്ന തരത്തിൽ, ഇനി ഇതൊന്നും ലഭിച്ചില്ല എങ്കിൽ, തങ്ങൾക്ക് പിടിമുറുക്കാൻ ഇങ്ങ് തെക്കൻ കേരളം അനുവദിച്ചില്ല എങ്കിൽ അതെങ്ങനെ നശിപ്പിക്കണം എന്ന തരത്തിൽ പോലും ഒരു ഹിന്ദു വേഷധാരിയെ കൊണ്ട് പറയിക്കുന്ന തരത്തിലേക്ക് ഈ അജണ്ട മാറുന്നത് എന്തുകൊണ്ടാണ്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് രാജ്യത്തെ വിഘടിക്കുന്ന, അതും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഘടിക്കുന്ന, രാജ്യത്തിൻ്റെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള തിരക്കഥയോടുകൂടി അത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഒരു വിഭാഗം കൃത്യമായ ആസൂത്രണത്തോടെയും ഗൂഢാലോചനയോടുകൂടിയും ചെയ്യുന്ന പ്രവൃത്തി എന്ന് തന്നെയാണോ താങ്കളും കരുതുന്നത്? നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആവിഷ്കാര ദൃശ്യങ്ങള്, മീഡിയ, സിനിമ ഈ കാണുന്നതിലാണ് ലോകത്തിലെ എല്ലാ എഴുത്തിലൂടെയും നാടകങ്ങളിലൂടെയും സിനിമയിലൂടെയും തന്നെയാണ് ഏത് യുദ്ധങ്ങളും ഏത് റെവല്യൂഷനും ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെ? ചരിത്രം പരിശോധിക്കുക, കണ്ട കാലം തൊട്ടേ അങ്ങനെയാ. അപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ കണ്ടോണ്ടിരിക്കുന്നത് ഒരു ആവിഷ്കാരം വന്നു, അതിലേക്കുള്ള സംഗതികള് 10-20 കൊല്ലമായിട്ട് ഒരുക്കിക്കൊണ്ടുവരുന്നത് പല പല വഴിയിലൂടെ. ഞാൻ കഴിഞ്ഞ ചർച്ചയിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുവിന് ഹിന്ദു തന്നെയാണ് ശത്രു, മുസ്ലിമിന് മുസ്ലിമും തന്നെയാണ്. കാരണം ഈ സമുദായത്തെ നാറ്റിക്കാൻ കുറച്ചു പേരെ ഇറങ്ങും. നമ്മൾ ജനിച്ച മതത്തിൽ ഏതാണോ ആ മതത്തിൽ നിൽക്കുന്നു എന്നല്ലാത്ത ഒരു വഴിക്കും പോവാത്ത എത്രയോ മുസ്ലിം സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ മറക്കാൻ ശ്രമിക്കണ, കാരണം ആർക്കും യുദ്ധങ്ങൾ ഉണ്ടാവാനും കലാപം പുറപ്പെടാനും ഒന്നും ആഗ്രഹമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്ത് ജീവിക്കുന്ന അധിക മനുഷ്യരും. ഇതുപോലെ ടെററിസോ, ചോര കണ്ടാൽ സന്തോഷം വരുന്നവരല്ലാത്തവരൊക്കെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഗോത്ര കൊണ്ടുവന്ന് ഓർമ്മിപ്പിച്ച്, ആ ഗോത്ര കൊണ്ടാണ് ഇവിടെ നിന്ന് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി, അതിന് അമിത്ഷാ, ഹോം മിനിസ്റ്റർ, ഇതെല്ലാം വെച്ച്, അതുപോലെ NIA, ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ മകള് സെക്കൻഡ് ഷോയിൽ തന്നെ കണ്ടു ഇന്നലെ തന്നെ. അപ്പൊ എന്നോട് വന്ന് ഫുൾ നറേറ്റ് ചെയ്തു, എന്നോട് ഇങ്ങനെ പോയിന്റ്സ് എടുത്ത്, ഈസ് എ വെൽ റിവ്യൂ പറയുന്ന ഒരാളാണ്. അപ്പൊ അതിൽ ED ഇതുപോലെയുള്ള എല്ലാ സംഗതികളും പിന്നെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ഭരണമാണ് ഭാരതത്തിൽ നടക്കുന്നത്. ഭരണം കിട്ടാൻ കലാപങ്ങൾ സൃഷ്ടിച്ചേ പറ്റുള്ളൂ. ഈ ഒരു മെസ്സേജാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ഈ ഒരു മെസ്സേജ് കൊടുക്കുന്നതോടൊപ്പം ഈ മെസ്സേജിൽ ഇപ്പൊ ഗുരുമൂർത്തി സാറ് പറഞ്ഞതുപോലെ, മോഹൻലാൽ എന്ന നടൻ ഒരു ഗ്ലോബലി അംഗീകരിച്ച ഒരു നടനാണ്. നമ്മളെല്ലാം ജീവിതത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. ആളായിട്ട് മോഹൻലാലും മമ്മൂട്ടിയും പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് മോഹൻലാല് ഒരു സ്ക്രിപ്റ്റ് വായിക്കാതെ, അത് പച്ച നുണയാ, ഒരു സിനിമയും ചെയ്യൂല. അദ്ദേഹത്തിന് എന്തിനാണ് കേണൽ പദവി കൊടുത്ത് രാജ്യം ആദരിച്ചത്? ഇപ്പൊ പറയോ, നിങ്ങൾ സംഖ്യകളാണോ കൊടുത്തത്? രാജ്യമാണ്, ഈ രാജ്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ള ഓരോ സുടുക്കളോടും നമ്മൾ പറയണം. കാരണം രാജ്യം കൊടുത്ത അനുമതി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനല്ല. അദ്ദേഹം ആകെ ഒരു യൂണിഫോം ഇട്ട് നമ്മൾ കണ്ടത് വയനാട് ദുരന്തത്തിൽ വന്ന്. അപ്പൊ യൂണിഫോം ഇട്ട് വരാൻ അധികാരം കൊടുത്ത് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ അനേകം ചെറുപ്പക്കാരെ ഇന്ത്യന്റെ പിന്നെ സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ആവേശം കൊടുക്കാനാണ് കേണൽ പദവി എന്ന് പറഞ്ഞാൽ. എത്ര കൊല്ലം വർക്ക് ചെയ്തിട്ട ഒരു സോൾജറിന് അത് കിട്ടുന്നതെന്നറിയോ? ഒരു ഭടന് ഒരു കേണൽ പദവി കിട്ടാൻ അയാൾ എത്ര അധ്വാനിക്കണം. ഇത് 2 സിനിമ പിന്നെ മിലിറ്ററി ഇതിൽ അഭിനയിച്ചതിന് രാജ്യം നൽകിയ ആദരവാ. അതിനുശേഷം അയാൾ ഒരു മിലിറ്ററി സിനിമ ചെയ്തില്ല. അയാൾ ഇതിന് ശേഷം ഇതുപോലുള്ള കൂട്ടുകെട്ടുകള്, ഇയാള് പോകുന്ന പിന്നെ ഉദ്ഘാടനങ്ങള്, ഇപ്പൊ എനിക്കിപ്പോ ഫുൾ തെറിയും ഭീഷണിയും വരും, പക്ഷെ ഞാൻ പറയാണ്ട് പറ്റില്ല, പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പോകുന്ന പിന്നെ പണം വരെ ഒഴുകുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഇയാൾക്ക് ഈ ഫണ്ടും ഇയാൾക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ രാജ്യത്തിന് വരെ ദ്രോഹമുള്ള ഒരു സംഗതി. അതും കേരളത്തിൽ മാത്രമല്ല ഈ ഫിലിം കണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇത്രയും സങ്കടം. കാരണം ഇന്ത്യ ഒട്ടുക്ക്, ബാംഗ്ലൂര് പിന്നെ 1000 തിയേറ്റർ, ഗ്ലോബലി അമേരിക്ക, ലണ്ടൻ, ദുബായ്, ഇങ്ങനെ കണ്ട എല്ലാ ഇടങ്ങളിലും രാഹുൽ ഗാന്ധി ഓക്സ്ഫോർഡിൽ പോയി പ്രസംഗിക്കണ പോലെ ആയിപ്പോയി ഇതിപ്പോ. കാരണം ലോകത്തിന്റെ നാനാ ഭാഗത്തും പോയി ഇരുന്ന് പറയാ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണ്.
ഭാരതത്തിൽ ഇതുപോലെയുള്ള സംഗതികൾ ചെയ്തിട്ടാണ് ഭരണത്തിലിരിക്കുന്നത്. പിന്നെ ബജ്രംഗി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ പോലെ ഇറങ്ങി. ആരാ ബജ്രംഗി? ഈ മോഹൻലാലിനും പൃഥ്വിരാജിനും ബജ്രംഗി ബലിജാൻ അറിയില്ല. ബജ്രംഗി എന്ന് പറഞ്ഞ ആ വാക്കറിയില്ലേ? ബജ്രംഗി ബലീൻ അറിയില്ലേ? നമ്മൾ എത്രമാത്രം ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞിട്ട് ആദരിക്കുന്ന ഈ ഇപ്പൊ ഡൽഹിയിലൊക്കെയാണ് പറഞ്ഞാൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഇമോഷണൽ ഒരു സംഗതിയാണ് ബജ്രംഗീനെ എന്തെങ്കിലും പറയാന്നുള്ളത്. അപ്പൊ അതാണ് എല്ലാ ആ പേരിൽ വന്ന ആളാണ് സകലതും ഇവിടെ തകർത്ത് തരിപ്പണാക്കുന്നതും. അയാളൊരു ഫോണ് ചെയ്താൽ ഇന്ത്യന്റെ എന്ത് കളി ഇന്ത്യയിൽ നടക്കൂ എന്നുള്ള ഒരു സംഗതി പറയാ. അപ്പൊ ഈ കലാപം പറയണവര് ഗോത്ര മറക്കാൻ കാരണം എന്താ വെച്ചാല് അത് സപ്പോർട്ട് ചെയ്തു, അത് ജസ്റ്റ് കാണിച്ചു, എന്തോ നടന്ന ഒരു ചിത്രപ്പതിപ്പ് പോലെ കാണിച്ചിട്ടാണ് ഇവർ ഈ സംഗതി വരെ വയറ്റില് ഗർഭിണിയായ പൃഥ്വിരാജിന്റെ അമ്മേനെ കുട്ടി കൊല്ലണ വരെ അതിലുണ്ട് അത്രേ. ഇത്രയും കാണിക്കുമ്പോ ആ ഗോത്രയിൽ ആ സന്യാസിമാര് വെന്തുരുന്നതും കൂടി ഒരു കാണിച്ച നമ്മളാരും പറയില്ല. അവരാരും മരിക്കാൻ വേണ്ടി ആ ട്രെയിനിൽ കയറിയവരായിരുന്നില്ല. രാമജന്മഭൂമിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സന്യാസിമാര് പറഞ്ഞാല് പിന്നെ രാമന് എന്നുള്ള ഒരു പ്രതീകമാണ്. ഇവിടെ ഒരു പുരുഷന്റെ ഏറ്റവും നല്ല പ്രതീകമായിട്ട് ഭാരതം കൾച്ചറിൽ തൊട്ടിട്ട് ഏതോ കാലങ്ങളിൽ തൊട്ട് ഞാൻ പറയും. ഇപ്പൊ ഇവര് പറയും BJP-ക്കാർ ഉണ്ടാക്കിയാണ് രാമനെ. രാമന്റെ കഥകൾ വേദങ്ങളിൽ വരെ രാമനെ പറ്റി പരാമർശിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഒരു മന്ത്രം വരെ ശിവൻ സീതക്ക് പറഞ്ഞു കൊടുത്ത് എന്താണ് ഞാൻ ഭഗവാൻ ഉച്ചരിക്കേണ്ടതെന്ന് ചോദിച്ചു കൊടുത്ത് രാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രമാം തത്തുല്യ രാം രാം വരാനനെ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊടുക്കാൻ എന്താ കാരണം? ആ സമയത്ത് അതിന് വന്നിട്ടുണ്ടെങ്കിൽ യോഗിയും മോദിയും അല്ല രാമൻ ഉണ്ടാക്കിയതും ക്ഷേത്രം ഉണ്ടാക്കിയതെന്നുള്ളത് ഒന്നും കൂടി നമുക്ക് ഇവരെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ ഓരോരുത്തരെ വിശ്വാസത്തിൽ തൊട്ട് കളിക്കുമ്പോൾ ആലോചിക്കണം. അപ്പൊ അവിടെ പോയി ആ ഒരു കർസേവകരെന്ന് പറഞ്ഞാൽ കൊല്ലാൻ പോണവരെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം. കർസേവകരെന്ന് പറയുന്ന ഈ സന്യാസിമാര് സേവനത്തിനായി പല വിധത്തിലും. അപ്പൊ ഈ കർസേവകരാണ് ശരിക്കും യുദ്ധത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്ഥലത്ത് ഒക്കെ ചെല്ലുക. അവർക്ക് അതിനുള്ള പരിശീലനം കിട്ടിയ സന്യാസിമാരാണ് കർസേവകര്. ഞാനും കേട്ട് വിചാരിച്ച അതായിരുന്നു. കാരണം നമ്മളെ ചെറുപ്പത്തിലല്ലേ ഇതൊക്കെ കേൾക്കുന്നത്. എന്തോ കൊല്ലാൻ വന്ന സന്യാസിമാര് കർസേവകരായി പോയി, മറ്റേ ആള് അവനെ ഇനി വെക്കരുത്, അവനിങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു കഥ കേൾക്കും. അത് എല്ലാവരും മനസ്സിലാക്കണം. ഇതൊക്കെ ഓരോ വിഭാഗത്തിന് അവരെ ഡ്യൂട്ടിക്ക് അനുസരിച്ച് അവർക്ക് കൊടുത്ത നാമങ്ങളായിരുന്നു. ഇതൊന്നും അവിടെ പറയാതെ മോഹൻലാലിനെ കൊണ്ടുവന്ന് ഒരു കോമാളി വേഷം, പൃഥ്വിരാജ് എന്നൊരിപ്പോ സാറ് പറഞ്ഞ പോലെ പൃഥ്വിരാജ് മോഹൻലാലിനെ അടിച്ചു മാറ്റാൻ തന്നെ കൊണ്ടുവന്ന ഒരു സിനിമയായിട്ടേ നമുക്കത് തോന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന് ആകെ 7 ഡയലോഗ് മാത്രമേ ഉള്ളൂ. അതും ഒരു കുപ്പായ ഒരു ഫ്രോക്ക് ഇട്ട് നടത്തിക്കണ. ഇന്നത്തെ കാലത്ത് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരു സ്ഥലത്തും ഒരു കോമാളി വേഷം കെട്ടിയിട്ട് ഒരു ഹീറോ പോവില്ല. അതുപോലും ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒരുപാട് അജണ്ടകളുണ്ട്. പിന്നെ ഈ സിനിമക്ക് വേണ്ടി ഫണ്ട് ഒഴുകിയ സ്ഥലങ്ങൾ ഉറവിടം കണ്ടെത്തണം. ഇതൊന്നും ഇപ്പൊ കേരളത്തിൽ ആരും കണ്ടെത്താൻ പോകുന്നില്ല. കാരണം ഇതിനൊക്കെ ഇപ്പൊ കാരണം നമ്മൾ കാണുന്നുണ്ട്. ഏത് കണ്ടെത്തിയാൻ ചിന്തിച്ചു പോയാലും അവസാനം ആ കഥ വേറെ ഒരു കഥയായിട്ട് മാറും. അത്രേ അവിടെ വന്നിട്ടുള്ളൂ. ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇന്ന് മൊത്തം നമ്മളെ ആക്രമിക്കുന്ന എന്താണ്? സംഘികൾക്ക് പൊട്ടിയൊരു സിനിമ കണ്ടപ്പോ. അപ്പൊ സിനിമ കണ്ടപ്പോ ഇവരെന്തിനാണ് വിവേക് അഗ്നിഹോത്രിന്റെ സിനിമ കണ്ട് നിങ്ങൾക്കറിയോ? ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിലാണ് ഡൽഹിയിൽ 2 തവണ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. മനുഷ്യരിങ്ങനെ ശ്വാസം അടക്കിപ്പെട്ടിച്ച് ഇരുന്നിട്ടാണ് കണ്ടത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കയ്യടി വന്നു ഇറങ്ങി വരുമ്പോ ഒരാളെ പിടിച്ച് എല്ലാരും കെട്ടിപ്പിടിക്കാൻ പോകുന്നു. അപ്പൊ എന്താ നോക്കുമ്പോ അവിടെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിലുള്ള അതേ സ്റ്റോറിയില് ആ സമയത്ത് ഉണ്ടായേ. അപ്പൊ അവിടെ ഫുൾ കൂട്ടക്കരച്ചില്. അപ്പൊ ഇത്രയും ഇമോഷണൽ ആയിട്ട് നടന്ന ഒരു കാശ്മീർ ദുരന്തം ചിത്രീകരിച്ചതിന്, കാശ്മീർ ഫയൽസ് വന്നതിന് കേരളത്തിൽ എന്തെല്ലാം സംഭവിച്ചു? കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല, കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പാടില്ല. ഇതിപ്പോ ഈ സിനിമന്റെ യഥാർത്ഥ റിവ്യൂ അവിടെയെല്ലാം ഇപ്പോൾ കശ്മീർ ഫയൽസ് ആയാലും കേരള സ്റ്റോറി ആയാലും ഛാവയായാലും ഒക്കെ കഥ ഇതാണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുൻപിൽ പറഞ്ഞുകൊണ്ടാണ്
വന്നത്. അവിടെയാണ് എതിർപ്പുകൾ വന്നതും സിനിമാ തിയേറ്ററുകളിലടക്കം പ്രദർശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ബഹളം വന്നത്. പക്ഷേ അവിടെയാണ് ഈ സിനിമ വ്യത്യസ്തമാകുന്നത്. ഇവിടെ കഥ എന്താണ് എന്നുള്ളത് അണിയറ പ്രവർത്തകരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ തിരക്കഥ ഏതൊക്കെയോ രീതിയിൽ മാറിയിട്ടുണ്ട് എന്ന് പോലും ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നുണ്ട്. 2022 പറഞ്ഞ തിരക്കഥയല്ല എന്നുള്ളത് നമ്മുടെ ക്യാപ്ഷൻ പോലെ തന്നെ ഇത് തിരുകി കയറ്റിയ മറ്റെന്തോ ലക്ഷ്യങ്ങൾ വെച്ചുള്ള ഒരു കഥയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു.